ഹേ വെൽക്കം ബാക്ക് ടു സി എ വൈഷ്ണവി വ്ളോഗ്സ്. നമ്മളിപ്പോൾ ചെന്നൈയിലുള്ള കറക്റ്റായിട്ട് കോയമ്പേട് മെട്രോ സ്റ്റേഷൻ്റെ ഒരു ഓഫീസിൻ്റെ മുന്നിലാണ്. ഇവിടെയാണ് നമ്മളെ ബസ് 7:25 വരും. 10 മിനിറ്റ് മുന്നേ അവർ വരാനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ബസ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഓടൊക്കെ കാണാൻ പുറകിൽ പൊളിയാണ്. ഞാൻ വടപള്ളിയിൽ നിന്ന് മെട്രോ കയറി പിടിച്ച് 3 സ്റ്റേഷനേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് നേരെ എന്ത് ചെയ്തു, കോയമ്പേട് ഇറങ്ങി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി ഗൈസ്. എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടായിരുന്നു, മെട്രോ കാർഡ്. അത് റീചാർജ് ചെയ്തപ്പോൾ 50 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. വരാനും ഈസി ആവണല്ലോ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ. പക്ഷെ അത് വർക്കേ ആയില്ല ഗൈസ്. അവസാനം ഞാൻ എന്ത് ചെയ്തു, 20 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് വരേണ്ടി വന്നു. പിന്നെ ടൈമില്ലല്ലോ. 6:15 അങ്ങനെ ടിക്കറ്റും എടുത്ത് 3 സ്റ്റേഷനും കഴിഞ്ഞ് ഗൈസ് ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ബസ് വന്നില്ല. ഇനിയിപ്പോൾ ടൈമുണ്ടല്ലോ, ഞാൻ നേരത്തെ വന്നു ഗൈസ്. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ഗൈസ്, സത്യം പറയാമല്ലോ. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ട് മാത്രമല്ല, ബസ് എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെയില്ല. ഒരു തവണ എങ്ങാണ്ടേ പോയിട്ടുള്ളൂ, അതും കോയമ്പത്തൂർ വരെ, പിന്നെ ട്രെയിനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ് വളച്ചു കൂട്ടുന്നില്ല. അപ്പോൾ നമ്മളെ ബസ് ഇതുവരെ വന്നില്ല. പോസ്റ്റാണ് ഗൈസ് അതുവരെ. പക്ഷെ നേരത്തെ വന്നാലല്ലേ നമുക്ക് ബസ് മിസ്സാവാതിരിക്കും. അങ്ങനെ കോയമ്പേട് മെട്രോ എവിടെയാണെന്ന് കാണിച്ചു തരാം. അവിടുന്ന് ഞാൻ ഇറങ്ങി, ഇതാണ്ട് അവിടുന്ന് ആ ലൈറ്റ് കത്തുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നു ഗൈസ്. ഇവിടെ ഒന്നും ആൾക്കാരില്ല, അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്കൊരു ഫിയർ അടിക്കണ്ടല്ലോ. ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ, അവിടെയാണ്. അവിടുന്ന് നേരെ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ എങ്ങാണ്ടും ബസ് വരും. ഇതാണ് നമ്മളെ, അത്ര ക്ലിയർ ഇല്ല, രാത്രി ആയതുകൊണ്ട്. ഗൈസ് അങ്ങ് വിദൂരയിൽ എൻ്റെ ബസ് വരുന്നുണ്ട് ഗൈസ്, ഗൈസ്. അങ്ങനെ ഏറ്റുമാനൂരേക്ക് പോകുകയാണ് ഞാൻ. ബസ് കയറി. ഇത് ജസ്റ്റ് ഒരു 1 ഡേ ട്രാവലാണ്. എനിക്ക് അപ്പർ ആയിരുന്നു സീറ്റ് കിട്ടിയിരുന്നു. അത് ലോവർ ബെർത്തായി അവർ അപ്ഡേറ്റ് ചെയ്തു. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല ഗൈസ്. ബസ്സിന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ ശരി, ഞാൻ എന്തായാലും ലോവർ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. ബസ്സിൽ ആരും ഇല്ല ഗൈസ്, തിരക്ക് കുറവാണ് പൊതുവേ. ഇനിയിപ്പോൾ തിരക്ക് കയറി വരുമായിരിക്കും. ഇതൊരു വാശിപ്പുറത്തുള്ള ട്രിപ്പായിരുന്നു ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൻ്റെ എക്സ്പീരിയൻസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല ഗൈസ്. സോളോ ട്രിപ്പാണ്. പിന്നെ ഉപ്പും മുളകൊക്കെ കണ്ട് ലേസൊക്കെ കഴിച്ച് ട്രാവൽ ചെയ്യുവാണ് ഗൈസ്. ഒറ്റയ്ക്ക് ബസ് പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. എപ്പോൾ ഞാൻ അമ്മേൻ്റെ കൂടെ പോകുമ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മണി മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു എങ്ങനെയെന്നൊക്കെ. ഞാൻ പോവാറുണ്ട്, എന്നാലും ഞാൻ പോവാത്തൊരു ഡിസ്ട്രിക്റ്റിലാണ് പോകുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ എണീറ്റ് നോക്കുമ്പോഴേക്കും കൊച്ചി എറണാകുളം എത്തി. അത് കഴിഞ്ഞ് വൈറ്റിലൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി നല്ലോണം എനിക്ക് ഉറങ്ങാനൊക്കെ പറ്റി. പക്ഷേ ഇടയ്ക്ക് ഒരു പമ്പിലൊക്കെ നിർത്തിയോണ്ട് ഒരു സമാധാനമായി ഗൈസ്. ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്, ഇതുവരെ എത്തിയില്ല. 9:30 ആകുമ്പോൾ എത്തുമോന്നും അറിയില്ല. ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഏറ്റുമാനൂർ ഇറങ്ങണം, ഫുഡൊക്കെ കഴിക്കണം. ആകെ ടയേർഡാണ്. കല്യാണത്തിനും പോകണം. ഞാൻ ഏറ്റുമാനൂർ പോകുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവിടുത്തെ ക്ഷേത്രത്തിലൊന്ന് കയറണമെന്നുണ്ട് ഗൈസ്. ഇത് ഒറ്റ ദിവസത്തേക്കുള്ള ട്രിപ്പാണ്. ഞാൻ ഇതിനായിട്ട് വേണ്ടി ചെന്നൈയിൽ നിന്ന് കോട്ടയത്തോട്ട് വന്നതാണ്. അത്രയ്ക്ക് ഇഷ്ടമായത്. അപ്പോൾ നമുക്ക് കാണണമല്ലോ എന്താ ഉള്ളേന്ന്. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് കാണാം. ഭാഗ്യത്തിന് ലേറ്റ് ആയില്ല. ഞാൻ എത്തി ഷടപടാന്ന് റെഡി ആയപ്പോഴേക്കും പെണ്ണിങ്ങനെ നടന്നു വരുമായിരുന്നു. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തു. അവർ പെണ്ണും ചെക്കനൊക്കെ സ്റ്റേജിൽ കയറി. അതൊക്കെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു ഗൈസ്. ഫോട്ടോസൊക്കെ അവിടെ അനുഗ്രഹിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ വന്നതും കണ്ടതും. ലേറ്റ് ആയില്ലല്ലോ എന്ന് ആലോചിച്ചു ഗൈസ്. കാരണം താലികെട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ അവരുടെ കല്യാണം നല്ല സൂപ്പറായിട്ട് നടന്നു ഗൈസ്. ഞാനാണെങ്കിൽ പേടിച്ചിരുന്നു, കല്യാണത്തിന് വന്നിട്ട് കല്യാണം ചടങ്ങൊക്കെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ. ബസ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, കല്യാണമൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ് ഓണത്തിൻ്റെ. അപ്പോൾ ഇതിന് മാച്ചായ വാലറ്റ് നമുക്ക് NYBയുടെ പർപ്പിൾ ആപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാച്ചായതാണ്. അതേപോലെ ഈ ഷർഗും ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഈ ഷർഗ്. ഇതിന് മാച്ചാണ്, കറക്റ്റായിട്ടുണ്ടാവും ഇതിന്. പിന്നെ നമ്മളിവിടെ ഫുഡ് കഴിച്ചപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ എന്ത് ചെയ്തില്ല, കഴിച്ചില്ല. ആകെ ഒരു ടെൻഷനൊക്കെ ആയി. പിന്നെ ഫുഡ് കഴിച്ച് ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി ഗൈസ്. അപ്പം ഞാൻ വന്നപാട് ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരുടെ ഫോട്ടോസ് എടുത്തു. ചെക്കൻ്റെ പെണ്ണിൻ്റെ എടുക്കണം, അതാണല്ലോ നമ്മളെ മെയിൻ. അപ്പോൾ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോസ് എടുത്തു. അതേപോലെ എൻ്റെ ഒരു വീഡിയോസ് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. വന്നപ്പോൾ തന്നെ 2-3 ഗേൾസുമായിട്ട് എടുത്തു ഗൈസ്. പക്ഷെ അവർ വീഡിയോയിൽ വന്നില്ല ഗൈസ്. ഷൈ ആയിരിക്കും ചിലപ്പം, എനിക്കറിയില്ല അവരെന്താ വീഡിയോയിൽ വരാത്തതെന്ന്.
അപ്പോൾ നമ്മളപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ പറ്റിയ 2 ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്ടാണിത്. ഞാൻ ഓർത്തു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോകണമെന്ന്. നമുക്കത് വൈകുന്നേരം പോകാം സെപ്പറേറ്റ് ആയിട്ട്. കാരണം ഇവിടെ നല്ലൊരു സ്പോട്ടാണ്. വീഡിയോ ആയിക്കോട്ടെ, റെസ്റ്റ് എടുക്കാനായിക്കോട്ടെ, ഫോട്ടോ വീഡിയോ എടുക്കാനായിക്കോട്ടെ, ഇവിടെ പറ്റിയൊരു സ്പോട്ടാണിത് ഈ കാണുന്നതൊക്കെ. ഇവിടെ മാത്രമല്ല, അതിൻ്റെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റും അവിടെയുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഓരോരോ പ്രതിമ, സ്റ്റാച്ചു ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു സൈഡാണെങ്കിൽ ദാണ്ടെ ആനയുണ്ട്, അപ്പോൾ ഒട്ടകമുണ്ട്, കുതിരയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഏതിൻ്റെ വേണേൽ ഫോട്ടോ എടുക്കാം. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഗൈസ്, ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം ഇവിടെ ഒരു ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേ പോകാം. നമ്മുടെ കോട്ടയം വീഡിയോസ് ഇവിടെ തീരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ മണ്ഡപത്തു നിന്നാണ് ഓരോ വീഡിയോസും കാര്യങ്ങളും എടുത്ത്. എൻ്റെ വീഡിയോസും കാര്യങ്ങളും ലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പോൾ നമുക്കിവിടുന്ന് എന്താ പറയുക, സ്റ്റുഡിയോയിലും ടെമ്പിളൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയത്തില്ല, നോക്കണം. ഇവിടെ വന്നിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു. അതാണ് കോട്ടയത്തെ സ്റ്റുഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നു. അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാനാണ് വന്നത്. എനിക്കൊരു ഷൂസോ ചെരുപ്പോ, ആ ഒരു ചെരുപ്പ് ഞാൻ എടുത്തു ഗൈസ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ 2 ടീഷർട്ട് എടുക്കാനുണ്ടായിരുന്നു എനിക്ക് ഏട്ടനും. അതൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഡ്രസ്സൊക്കെ കണ്ട് ഞാൻ മയങ്ങിപ്പോയി ഗൈസ്. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നെ ഇങ്ങനെ മാടി വിളിക്കും. അപ്പോൾ ഞാൻ 2 ഡ്രസ്സൊക്കെ നോക്കി, 2 ടീഷർട്ട് എടുത്തു. പിന്നെ വേറെ എന്തൊക്കെയോ ഒരെണ്ണം എടുത്തിരുന്നു ഗൈസ്. എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ അതൊക്കെ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പോയതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. കാരണം നല്ലോണം കളക്ഷൻസ് ഉണ്ട് ചെന്നൈയിലെ സ്റ്റുഡിയോ കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെയാണെങ്കിൽ സാധനം തീരും, സാധനം കിട്ടത്തുമില്ല, അങ്ങനെയൊക്കെ അവസ്ഥയാണ്. ഒക്കെ ബില്ലിങ് ഇടാനും ഭയങ്കര തിരക്ക്. അവിടെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത എനിക്ക് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും പോവാണ്. ഫൈനലി ഞാൻ പറഞ്ഞ പോലെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. തുറന്നില്ല, ഒന്ന് തൊഴുതിട്ടൊന്ന് പോകണമെന്നുണ്ട്. പറ്റുമോയെന്നും അറിയില്ല, 4 മണി കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ തൊഴുത് പോകുമെന്നൊന്നും അറിയത്തില്ല. ഇവിടുന്ന് അങ്ങ് പോകാനും മനസ്സ് വരുന്നില്ല. എനിക്ക് ഫ്രഷായിട്ട് ആ താക്കോലൊക്കെ ഒന്ന് കൊടുക്കണം. അതൊന്നും ആലോചിക്കുന്നത് ഞാനിപ്പോൾ. പിന്നെ 6 മണി ആകുമ്പോൾ ബസ്സാണ് നമുക്ക് കോട്ടയത്തുനിന്ന് അവിടെ എത്തണം. അതിനുള്ളിൽ എല്ലാം ഒരു ടാസ്ക്കാണ്, ടെൻഷനാണ്. കാരണം നമ്മളിപ്പോൾ ബസ്സിനെങ്ങാനും ലേറ്റായാൽ തീർന്നല്ലോ എന്നൊരു പേടി. എന്തായാലും വന്ന സ്ഥിതിക്ക് 10 മിനിറ്റൊന്ന് തൊഴുതിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. 4:10 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 5 മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ 5 മണിയൊന്നും ആവില്ല, അതിനു മുന്നേ എത്തും. എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനാവും. പോയി കഴിഞ്ഞാൽ എനിക്ക് ചെന്നൈയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിത് ഷോർട്സും ലോങ് ആയിട്ടൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി വേറൊരു യാത്രയിൽ നിന്നും കാണാം. അടുത്ത നമ്മളുടെ യാത്ര കണ്ണൂരിലേക്കാണ്. കോട്ടയം കണ്ണൂർ എന്നൊക്കെ പറയുന്ന പോലെ ഇത്തവണ നമ്മൾ കോട്ടയം ഏറ്റുമാനൂരിൽ വന്നു, അമ്പലം കണ്ടു, സ്റ്റുഡിയോയിൽ പോയി. ഞാൻ അതും വീഡിയോ എടുത്തു. ലോങ് എടുത്തോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ കണ്ണൂരിലാണ്. കണ്ണൂർ ബോട്ട് റൈഡാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്തൊരു വീഡിയോയിൽ വരും. അതിപ്പോൾ അടുത്ത ആഴ്ചയാണ് ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ എന്നിടും ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പം ബൈ ഫ്രം സിയ വിഷ്വൽ. ഗുഡ് ബൈ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്തൊക്കെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഗൈസ്.